ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇത് ഏതാ ഒരു പരിചയമില്ലാത്ത സ്ഥലം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇതാണ് മക്കളെ പോട്ട. ചാലക്കുടി അടുത്ത് പോട്ട എന്നുള്ള ഒരു ഗ്രാമം. എന്റെ സ്വന്തം സ്ഥലമാണ് കേട്ടാ. എന്റെ പ്രിയപ്പെട്ട സ്ഥലം. POTTA എന്ന് എഴുതുമ്പോൾ പലരും കളിയാക്കിയിട്ട് പൊട്ട എന്ന് വായിക്കാറുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് പോട്ട. അതുപോലെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറേ നാട്ടുകാരുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെ വൈകിട്ട് തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാ കുട്ടികളെ കാണാണ്ട്. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ലേ, പിറ്റേ ദിവസം രാവിലെ തന്നെ പോന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ അമ്മയും പറഞ്ഞു കേട്ടോ, പിള്ളേർക്കും ഇന്നലെ മിസ്സിങ് ഡൈഡ് ചെയ്യുന്നു. ഞാൻ സർപ്രൈസ് ആയിട്ടാണ് ചെന്നത്. അപ്പൊ അവര് എന്നെ കണ്ടതും ആകെ ഞെട്ടിപ്പോയി കേട്ടോ. പിന്നെ ജാനു ഒരൊറ്റ ചാട്ടാ വെള്ളത്തിക്ക്. പിന്നെ ജാനു എന്നെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ടായി. സാധാരണ ഇത്ര അധികം നീന്താറില്ല, കുറച്ച് കഴിഞ്ഞാൽ മടി പിടിച്ച് കയറിയിരിക്കാറ പതിവെന്ന് അമ്മ പറഞ്ഞു. എന്നെ കണ്ടോണ്ട് ഉഷാറായിട്ട് പോകണ്ടെന്ന് അമ്മ പറയണ്ടായിരുന്നു. അതിനിടയിൽ എന്റെ കൂടെ പഠിച്ച അശ്വിനീനെ കണ്ടു കേട്ടോ. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടുമുട്ടലായിരുന്നു കേട്ടോ. ഞങ്ങൾ SHലാണ് ഒരുമിച്ച് പഠിച്ചത്. അവളുടെ കുട്ടിയും ഇവിടെ നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളുടെ നീന്തലൊക്കെ കണ്ട് അവിടെ ഇരുന്നു കേട്ടോ. നീന്തൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവരെയും കൊണ്ട് ബുക്കും സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് ചാലക്കുടി പോയി കറങ്ങാന്നാണ് വിചാരിച്ചേക്കണേ ഞാൻ. ജാനു കുറെ വെള്ളം കുടിച്ചു, കാല് പൊട്ടി കൈ പൊട്ടി എന്നൊക്കെ പറയാണ്. അപ്പൊ ഞാൻ പറയുന്നു, നന്നായി വെള്ളം കുടിച്ച് നന്നായി കാലും കൈയൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നന്നായി നീന്തൽ പിടിക്കുന്നു പറഞ്ഞു കൊടുത്തായിരുന്നു. കറങ്ങാനൊക്കെ പോകണ്ടേ, അപ്പൊ വേഗം നീന്തിട്ട് വായോ എന്ന് പറയായിരുന്നു. നംശിവ് നന്നായിട്ട് നീന്തുന്നുണ്ട് കേട്ടോ. നംശിവാണ് നേരത്തെ നീന്തി അങ്ങോട്ട് പോയത്. നംശിവിന് കുഴപ്പമില്ല, മടിയൊന്നുമില്ല. ജാനു കുറച്ച് മടിയെത്തിയാണ് കേട്ടോ. പക്ഷെ അവിടെ മാഷുമാര് സമ്മതിക്കില്ല. ഈ വെള്ളത്തൊപ്പി വെച്ചതും ആ മഞ്ഞത്തൊപ്പി വെച്ചതും വരെ മാഷുമാരാണ്. ആ പോരട്ടെ 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 എന്ന് പറഞ്ഞ് അവരെ വിടുകയാണ്. ഇവര് രണ്ടുപേരും കൂടി ഒരു മാച്ച് വെച്ചേക്കാണ് കേട്ടോ, ആരാ ഫസ്റ്റ് എത്താന്നുള്ളത്. അവരെ പഠിപ്പിക്കണ മാഷുമാരൊക്കെ നല്ല ശ്രദ്ധയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ മാക്സിമം നീന്തട്ടെ എന്നുള്ള പോലെ ജാനു പകുതിക്ക് വെച്ച് ഇങ്ങോട്ട് തിരിയാൻ പോകും. അപ്പൊ മാഷ് പറ്റില്ല പറ്റില്ല, ആ മുളയുടെ അവിടെ വരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങട് തന്നെ വണ്ടി വിട്ടു വിട്ടാ. അവളിപ്പൊ അങ്ങനെ പോയിട്ട് തിരിയാൻ പഠിച്ചു. ഇപ്പൊ അവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പകുതി വരെ പോയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ ഇത്ര റൗണ്ട് അടിക്കാൻ അവര് പറയുമ്പോ വേഗം തീർത്തിട്ട് പോരും ആള്. അതിന് വേണ്ടിയിട്ട് മാഷ് പിന്നാലെ പോയതാണ് കേട്ടോ, അവള് പകുതിക്ക് വെച്ച് തിരിയണ കാരണം കൊണ്ട്. അപ്പൊ മാഷതേ നംശുവിനെ പിടിച്ചു നിർത്തുക, അവള് ഫസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. നീ തലമുക്കി നീന്തറാ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു നിർത്തുക. അപ്പൊ ജാനു ഫസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും പോയിട്ട് കേറാറായപ്പോഴാണ് അവർക്ക് നീന്താനായിട്ട് തോന്നി തുടങ്ങിയത്. കേറാറായപ്പോ രണ്ടുപേരും കൂടി വീണ്ടും പോയി. ജാനു മുങ്ങി വെള്ളമൊക്കെ കുടിച്ചു കൂട്ടാതെ മാഷ എവിടുന്നോ മുങ്ങി വന്ന് പിടിച്ച് കയറ്റി കൊണ്ടുവന്നു. അങ്ങനെ ഇന്നത്തെ നീന്തൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവർ കയറുകയാണ് കേട്ടോ. രാവിലെ 6:30 തൊട്ട് 8:30 വരെയാണ് കേട്ടോ അവർക്ക് നീന്തൽ ക്ലാസ്. ഇത് കാളാഞ്ചിറയിലാണ് കേട്ടോ പഠിപ്പിക്കണേ. പോട്ട ധന്യ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നേരെ പോയാൽ കാളാഞ്ചിറ എത്തും. നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അത്. അവിടെ ഒരു കുത്തനെയായിട്ടുള്ള കയറ്റാണ്. അപ്പൊ അമ്മ വണ്ടി എടുത്ത് ആ കയറ്റം കയറി വരുമ്പോഴേക്കും ഞങ്ങൾ ഓട്ടി എത്തിയിട്ടാ. ഇനി വീട്ടിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വേണം ചാലക്കുടി പോവാൻ. നംശു നല്ല തുമ്മുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക് കേട്ടാ. കോട്ട ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളുടെ വീട് എത്തണ വരെയുള്ള സ്ഥലത്തിന്റെ പേര് ഹരിതാനഗർ എന്നാണ്. ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴേ എല്ലാവരും ചോദിക്കും, നിന്റെ പേര് തന്നെയാണല്ലോ നിന്റെ സ്ഥലത്തിന് ഇട്ടേക്കണേന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേ ആ വിഷമത്തിൽ അവര് ഇട്ട പേരാണെന്ന് പറയും. കോട്ടയില് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു വലിയ പാടാണ് കേട്ടോ. പണ്ട് അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. എന്നാലും പാടമൊക്കെ ഫ്രണ്ടിലുള്ളത് ഒരു നല്ല ഭംഗിയല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നല്ല പച്ചപ്പൊക്കെ കാണാൻ പാകത്ത് നല്ലോണം കാറ്റും കിട്ടും, നല്ല തണുപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു അന്തരീക്ഷല്ലേ. അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നംശു കുറെ സംഭവങ്ങളൊക്കെ കൊണ്ട് എന്നെ കാണിക്കാൻ വന്നേക്കാണ് കേട്ടോ. അവന്റെ അമ്മാവൻ കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാ. ഇതാണ് കേട്ടോ അവരുടെ അമ്മാവൻ ശ്രീകുട്ടൻ, എന്റെ ആങ്ങള. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ ഒരു ബോക്സ്, അത് തിരിച്ചും വളച്ചും മറിച്ചൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. മാജിക് ബോക്സ്. അത് കഴിഞ്ഞ് വേറെന്തോ ഏലിയൻ, അതൊക്കെ കാണിക്കണം. അതിന്റെ ഇടയിൽ ജാനു കുളിച്ച് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ പുതിയത് ഇട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ടില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അതിരുന്ന് കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി ചാലക്കുടിക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പോട്ടപ്പള്ളി. SH സ്കൂളിൽ പോണ സമയത്തെ ഞങ്ങൾ എന്തോരം എഴുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ എക്സാം ടൈമിലൊക്കെ. അങ്ങനെ നമ്മുടെ ബസ് വന്നു. പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ കയറി കേട്ടോ. പാട്ടൊക്കെ കേട്ട് അമ്മ സ്കൂളിൽ പോയിരുന്നത് ഇങ്ങനെയാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കയറ്റിയതാ. പക്ഷെ ആ പ്രൈവറ്റ് ബസ്സിൽ പാട്ടുണ്ടായില്ല. ഞാൻ ആ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊന്നും പാട്ടില്ലേന്ന് ചോദിച്ചു. പറയാം, എൻ്റെ മോളെ ഇപ്പം ആർക്കെങ്കിലും പാട്ട് കേൾക്കണം, എല്ലാവരും ഇയർഫോണിലും ഫോണിലല്ലേ, ഞാൻ അന്നാലും ഒരു പാട്ടിടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും ചാലക്കുടി എത്തിയിട്ടാ. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. മുമ്പൊക്കെ
അങ്ങോട്ട് പോണെങ്കിൽ നമ്മൾ ബസ്സിലെന്നെ പോവാ. ഇപ്പോഴല്ലേ നമുക്ക് വണ്ടിയൊക്കെ ഇത്. അപ്പൊ കുട്ടികളാണെങ്കിൽ ജനിച്ചപ്പോ തൊട്ട് ബസ്സിൽ അങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എവിടെ പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ അവരെ ബസ്സിലാണ് കേട്ടോ കൊണ്ടുപോവുക. അവർക്കും ഭയങ്കര ഇഷ്ടം ബസ്സിൽ പോകാൻ. ഒറ്റ പ്രശ്നമുള്ളൂ, ജാനുവിന് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം ബസ്സിൽ പോകുമ്പോ. അങ്ങനെ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ പറയണ ചാലക്കുടി, നമ്മുടെ ചാലക്കുടി എത്തിയിട്ടാ. കല്യാണത്തിന് മുമ്പ് എന്തിനും ഏതിനും ഓടി വരുന്ന സ്ഥലമാണ് ചാലക്കുടി. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ കൊടകരേന്നായി കേട്ടോ പർച്ചേസിങ്. അങ്ങനെ ഞങ്ങള് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. അപ്പൊ അവിടുന്ന് കുറച്ച് പനീറും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ബുക്കിന്റെ സെക്ഷനിൽ വന്ന് ഞങ്ങൾ ബുക്കുകൾ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കുറെ നേരം ബുക്ക് തപ്പിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരെ ബുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ആ ചേച്ചി വന്നപ്പോഴത്തേക്കും മിനിറ്റിന് എല്ലാ ബുക്കും എടുത്തു തന്നു പെട്ടെന്ന്. അവർക്ക് അത് എവിടെയൊക്കെ ഇരിക്കണേന്ന് കറക്റ്റ് അറിയാലോ. അതിന്റെ ഇടയിൽ നംശു ക്രാഫ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് 2 പശി എടുത്തു. പെൻസിൽ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവള് പെൻസിൽ എടുത്തു. ഏതോ കീ ചെയിൻ എടുത്തു. അങ്ങനെ എന്തൊക്കെയോ അവര് തന്നെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രസ്റ്റ് അല്ലേ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്കും അതുപോലെ തന്നെയല്ലേ, അവർക്കൊരു ഇഷ്ടമല്ലേ. അപ്പൊ അവര് ചെറിയ ചെറിയ സാധനങ്ങൾ ആവശ്യം വരുന്ന സാധനങ്ങളാണല്ലോ, അപ്പൊ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ വെയിലത്ത് നടന്ന് ഞങ്ങള് ഇനി വല്ല ഷെയ്ക്കോ ഫലൂടി എങ്ങാനും കഴിക്കാന്ന് വെച്ച് നടക്കണം കേട്ടോ. ഈ ചാലക്കുടി അങ്ങാടി കൂടെ എന്തോരം നടന്നിട്ടുണ്ടെന്ന് അറിയോ ഞാനൊക്കെ. ഞാൻ ചെറുതായിരിക്കുമ്പോ ഇതുപോലെ തന്നെ എന്റെ അമ്മയുടെ കൂടെ കുറേ നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ലേ മിനിറ്റിന് നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കലും വണ്ടിയിലൊക്കെ പോക്ക്. മുമ്പ് ഈ നടത്തി തന്നെയാ. ബസ്സിൽ ചെന്നിറങ്ങും, എവിടേക്ക് പോകാനുണ്ടെങ്കിലും അവിടെ നിന്നിട്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫലൂടയൊക്കെ എത്തിയിട്ടോ. പക്ഷെ കൊടകരേന്ന് കഴിക്കാറുള്ള ഫലൂടയുടെ ഒരു ഗുമ്മില്ല കേട്ടോ ഈ ഫലൂടയ്ക്ക്. പിന്നെ കണ്ടോ, സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള ഗ്ലാസ്സാ. ഞങ്ങൾക്ക് നല്ല ഗുണ്ടുമണി ആയിട്ടുള്ള ഗ്ലാസ്സിലാ കൊടകരയിലൊക്കെ തരാം. ഇത് സ്ലിം ആയിട്ടുള്ള ഗ്ലാസ്സാ. ജാനുവിന്റെ മാത്രം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വേഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോയത് ശ്രീലക്ഷ്മിയിലേക്കാണ്. യൂണിഫോം മെറ്റീരിയൽ എടുക്കാനാണ് പോയത്. അവിടെ എത്തിയിട്ടുണ്ടടാ ജാനുവിന്റെ ക്ലാസ്മേറ്റ് രുദ്രാഷും ഫാമിലി നിൽക്കണു. അവരും യൂണിഫോം എടുക്കാൻ വന്നതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ അച്ഛന്റെ കടയിലേക്ക് പോയിട്ടോ. ഗ്ലാമർ കാരണം അച്ഛനാന്ന് പറയാൻ പറ്റില്ല, വീഡിയോയില് ബ്രദറാന്ന് പറയാല്ലേ. ചർമ്മം കണ്ടാലേ പ്രായം തോന്നില്ലാന്നേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതാണ് കേട്ടോ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ വീഡിയോസിൽ. ഇതാണ് അച്ഛന്റെ കട. ചാലക്കുടി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ അച്ഛന്റെ കട. നല്ല നാടൻ അടിച്ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലൂ കേട്ടോ. എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ നല്ല അടിപൊളി സ്പെഷ്യൽ ചായ തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ യാത്രയായിട്ടാ. ഞാൻ ആദ്യമായിട്ട് പോയ സ്കൂള് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. KEC UPS സ്കൂൾ പോട്ട. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂളാണ് കേട്ടോ. അതെ, ഇതാണ് എന്റെ സ്കൂള്. അതൊക്കെ കാണുമ്പോൾ എന്തൊരു നൊസ്റ്റാൾജിയാന്നറിയോ. ആ ബിൽഡിംഗ് ഒക്കെ പുതിയതാണ്. ഇതായിരുന്നു ആദ്യം ആ സൈഡിലുണ്ടായിരുന്ന ബിൽഡിംഗ്. അതൊക്കെ പൊളിച്ചിപ്പോ വലിയ ബിൽഡിംഗ് ഒക്കെ പണിതു. അങ്ങനെ പോട്ടെ എത്തി. കുട്ടികളൊക്കെ പോട്ടയിൽ ഇറങ്ങി. ഞാൻ നെല്ലായിക്ക് തിരിച്ചു പോവാ. അവരെ കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വന്നേ. പക്ഷെ നീന്തൽ ക്ലാസ് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോവാന്ന് അമ്മ പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് ഉമ്മയൊക്കെ തന്നിട്ട് അവരിറങ്ങിയിട്ടാ. അങ്ങനെ കുട്ടികളൊക്കെ ഇറങ്ങി. ഞാൻ നെല്ലായിക്കും പോയി. നെല്ലായി ചെന്ന് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. എന്നൊക്കെ പോട്ടെ പോയാലും ഞാൻ വിചാരിക്കും ഈ സമയം പെട്ടെന്ന് പോണ പോലെ. അങ്ങനെ നമ്മൾ സ്വസ്തിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എക്സ്പെഷ്യലി ഫോർ മേഘന ഫ്രം കർണാടക. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.